അപ്പോൾ നമസ്കാരം. ഞാനൊരു പുതിയൊരു ഇഡ്ഡലി ചെമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുക്കറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു പുതിയ ചെമ്പ് മേടിച്ചു. അതിലാകുമ്പോഴാണല്ലോ സ്റ്റീമറിൻ്റെ തട്ടുണ്ടാവുക. അതിൽ സ്റ്റീമറിൻ്റെ തട്ടുണ്ട്. പിന്നെ 14 ഇഡ്ഡലി വേവണതാണ് ഉള്ളത്. അപ്പോൾ തട്ട് മാറ്റി വെച്ചിരിക്കുക. ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടയും അടിയുണ്ടല്ലോ, മടക്കട, അതുണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിൽ ഉണ്ടാക്കി വയ്ക്കാം. കോഴിക്കോട്ടയും മടക്കട ഉണ്ടാക്കാനായിട്ട് പൊടി കുഴച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുഴച്ചെടുത്താണ്, ഉപ്പിട്ടിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റാവും. പിന്നെ നാളികേരം ചിരകി, ശർക്കര പാനി, കരിപ്പെട്ടി ചക്കരയും ഉരുക്കി ഒഴിച്ചതാണ്. ശർക്കര പാനിയിലിട്ട് നാളികേരം ചിരകിയിട്ട് മിക്സ് ചെയ്താണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളം തിളച്ചു. അപ്പോൾ നമ്മളിനി ഒരു അടകൾ, മടക്കടയാണ്, ഓരോന്ന് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെല്ലാം വെച്ച് കൊടുത്തു. ഇനി അത് അടച്ചു വെച്ച്. അങ്ങനെ നമ്മുടെ കോഴിക്കാട്ടയും മടക്കടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് പൊട്ടി. ഇനി നമുക്കത് ചൂടാറിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കോഴിക്കട്ട എടുക്കാം. കോഴിക്കട്ട വെന്ത് പൊട്ടി. ഇനി നമുക്ക് കോഴിക്കട്ട, ഞാൻ ശർക്കര ഉരുക്കിയിട്ട് ആണ് നാളികേരത്തിൽ ചേർത്തത്. അപ്പോൾ അത് കാരണമാണ് ശർക്കര പാനി ഇങ്ങനെ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ശർക്കര അരിഞ്ഞിടുമ്പോഴേ ചിലപ്പോൾ കല്ലുപൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റല്ലോ. കോഴിക്കട്ട ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ശർക്കര പാനി ഉരുക്കി ഒഴിച്ചിട്ടാണല്ലോ നാളികേരത്തിൽ ചേർത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി നമ്മൾക്ക് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിൽ നനയ്ക്കില്ലേ, അവിൽ നനയ്ക്കുമ്പോൾ വറുത്ത അവിൽ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ അവിൽ നനച്ചിട്ട് ഒരു 4 മണി സ്നാക്കായിട്ട് കഴിക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നനച്ചിട്ട് നമുക്ക് 11 മണി നേരത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കത് കഴിക്കാം.